കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ UDF-ൽ സമവായം. നഗരാസൂത്രണം, ക്ഷേമകാര്യം, ടാക്സ് ആൻഡ് അപ്പീൽ സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനം ലീഗിന് നൽകും. 4 സമിതികളിൽ കോൺഗ്രസ് അംഗങ്ങൾ അധ്യക്ഷന്മാരാകുകയും ചെയ്യും. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ബിജീഷ്, ഈ തർക്കം എങ്ങനെയാണ് പരിഹരിച്ചത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തർക്കം പരിഹരിക്കുന്നതിനുള്ള നീക്കം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ പകൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടന്നു. അതിനകത്ത് ജില്ലാ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ജില്ലാ നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയെത്തി. പക്ഷേ അത് കഴിഞ്ഞ് കെ സുധാകരൻ MP ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് സമവായം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് 2020-ലുണ്ടായിരുന്ന 5-2 എന്നുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ളൊരു ആവശ്യമാണ് കെ സുധാകരൻ മുന്നോട്ട് വെച്ചത്. അതോടുകൂടി സമവായമാകാതെ കാര്യങ്ങൾ പിരിഞ്ഞു. ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി ഇരു പാർട്ടികളും എത്തിയിരുന്നു. അത് കഴിഞ്ഞ് രാത്രി വൈകി ഇരു പാർട്ടികളുടെയും ജില്ലാ നേതാക്കന്മാർ ഒരു വട്ടം കൂടി ഇരുന്നു. അത് രാത്രി ഒരുപാട് വൈകിയതിനു ശേഷമാണ് ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ ലീഗ് ആവശ്യം ഉന്നയിച്ചതുപോലെ തന്നെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുസ്ലിം ലീഗിന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ നഗരാസൂത്രണം, അതുപോലെ തന്നെ ക്ഷേമകാര്യം, ഒപ്പം തന്നെ ടാക്സ് ആൻഡ് അപ്പീൽ, ഇങ്ങനെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനമാണ് മുസ്ലിം ലീഗിന് നൽകുക. ഒപ്പം ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി മുസ്ലിം ലീഗിന് ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ആദ്യ ടേമിൽ, അതായത് ഈ മേയർ പദവി വെച്ചു മാറുന്ന അത്തരത്തിലുള്ള ഒരു കരാർ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ടേമിൽ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുസ്ലിം ലീഗും ഒപ്പം തന്നെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസിന് ലഭിക്കും. ഈ ടേം മാറുന്ന ഘട്ടത്തിൽ, അതായത് മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് ലഭിക്കുന്ന ഘട്ടത്തിൽ ഡെപ്യൂട്ടി മേയർ ചെയർമാനായി വരുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിലേക്ക് കൈമാറേണ്ടിയും വരും. ഏതായാലും നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന UDF-ലുണ്ടായിരുന്ന ഒരു തർക്കത്തിന് പരിഹാരമായിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥിരം സമിതിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ബിജീഷ് ഗോവിന്ദൻ നൽകിയത്.